എന്നത്തെയും പോലെ സ്കൂളും ഇട്ട് മോനും വന്നു, എൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഞാനും വന്നു. കുറച്ച് നേരമൊക്കെ മൊബൈൽ തോണ്ടിയൊക്കെ ഇരുന്നു. ഇനി എന്തായാലും നമുക്കൊന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാം. ഓക്കെ. ഇപ്പോൾ ഇത് നല്ല വെയിലുണ്ട്. കിച്ചണിൽ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. ഫുഡൊക്കെ കഴിഞ്ഞത് കൊണ്ടിട്ട് നമ്മളിങ്ങനെ ഹാപ്പിയായിട്ടൊക്കെ ഇരിക്കുവാണ്. മോനോസ് അപ്പുറത്ത് ഫോൺ എടുത്തുകൊണ്ട് ഗെയിം കളിക്കാനായിട്ട് ഇറങ്ങി. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു കാര്യം കാണിച്ചില്ല. എന്താണെന്നല്ലേ, ഇത് കണ്ടാ, ഇത് നമ്മുടെ ഒരു തെങ്ങാണ്. ഇത് മൂവാണ്ടനാണ്. നമ്മൾ കുഞ്ഞിലേ വെച്ചതാണ്. പക്ഷേ ഇതുണ്ടല്ലേ, ഇത് പെട്ടെന്നാണ് ഇത് കായ്ക്കും. അതായത് 3 വർഷമാകുമ്പോൾ തന്നെ ഇത് ചെറിയ നാമ്പൊക്കെ വന്നിട്ട് ഇത് പൊട്ടി ഗ്ലാഞ്ചിലൊക്കെ ഇതായി വെള്ളക്കിയൊക്കെ ഇതായി ഒരു 10-45 ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്കതിൽ നിന്ന് എന്ത് കിട്ടും? കരിക്ക് കിട്ടും. അപ്പോൾ കരിക്കിന് പറ്റിയ സംഭവം. ഇത് നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ബിൽഡിങ്ങാണ്. പണി ഏതാണ്ടായി തുടങ്ങി, വാർപ്പാൻ കണ്ടാണ്. അപ്പോൾ തട്ടൊക്കെ അടിച്ച് ഫില്ലീരൊക്കെ വെച്ചേക്കുവാണ്. നല്ല ക്ലൈമറ്റ്, നല്ല അന്തരീക്ഷം അല്ലേ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോസാണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക. അതിപ്പോൾ ഈ ഇടയ്ക്ക് വൃത്തിയാക്കിയതേ ഉള്ളായിരുന്നു. എത്ര പെട്ടെന്നാണ് ഈ പുല്ലുകൾ വളരുന്നതല്ലേ, ഒരു വിശേഷം തന്നെ. എന്താ ചെയ്യാനാ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി പണികൾ ഇനി തുടങ്ങത്തുള്ളൂ. പിന്നെ മുത്തുപണികൾ, ഇത് അറിയാവോ? ഇതെന്താണെന്നറിയാലോ? ഇത് തലമുടിയിലൊക്കെ നമ്മൾ എണ്ണ കാച്ചി തേക്കുന്നൊരു സംഭവമാണ്. ഇതിനെ ഇവിടെ കൈതോന്നി എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അതാ ഇതുണ്ടല്ലേ, ഇത് മുക്കുറ്റി. ഇതറിയാമോ? ഇത് മുക്കുറ്റിയാണ്. മുക്കുറ്റി ഈ കർക്കിടക മാസമൊക്കെ ഈ മുക്കുറ്റി ഉണ്ടല്ലോ, ഇത് കർക്കിടക മാസത്തിലൊക്കെ രാമായണ മാസം എന്നൊക്കെ പറയും. ആ മാസങ്ങളിൽ ഇത് അരച്ച് നെറ്റിയിൽ തൊടൂ എന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് ശരിയാണോ എന്നറിയില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. പിന്നെ നല്ല ചില്ലറ കാടുകളൊക്കെ ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്, കൊച്ചു കൊച്ചു കാട് ചെടികളൊക്കെ. ഇത് എങ്ങനെയാണെന്നറിയാം, അത് നമ്മൾ കൈ കൊണ്ടെടുത്ത് കളയും പിന്നും വരും, കൈ കൊണ്ടെടുത്ത് കളയും പിന്നും വരും. കാര്യം അവർ താമസിക്കുന്ന ഭൂമിയല്ല, അവർ നമ്മളെ എടുത്ത് കളഞ്ഞ് അവരുടെ വേരുകളൊക്കെ അവിടെ പറ്റിപ്പിടിച്ചപ്പോൾ നിൽപ്പുണ്ട്. അവരെന്തായാലും പിന്നും തളർത്ത് വരും. ഇത് കണ്ടോ, കാന്താരി മുളകാണ്. ഞാനിത് കിഴങ്ങ് മരച്ചീനിയില്ലേ, മരച്ചീനി പുഴുങ്ങുമ്പോൾ ചമ്മന്തിക്കും, പിന്നെ മീൻ വയ്ക്കുമ്പോൾ ചാള മീനൊക്കെ കിട്ടുമ്പോഴത്തേക്ക് അതിലൂടെയൊക്കെ തല്ലിയൊക്കെ ഇടും. ഇതിനി എന്തായാലും ഇത് പിച്ചി എടുക്കാനായി. ഇതെന്തായാലും നമുക്കൊന്ന് ഇത് പിച്ചി എടുക്കണം, വൈകിട്ടാവട്ടെ. അപ്പം ഞാനിത് നുള്ളി എടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇടാം കേട്ടോ. ഇപ്പം എന്തായാലും ഇത് ഉച്ച സമയമാണ്, അതായത് ഇപ്പോൾ ഒരു 2 മണിയൊക്കെയാണ്. 2 മണിക്കൊന്നും നമ്മൾ ഈ വൃക്ഷങ്ങളിൽ നിന്നും കാകൾ ഒന്നും പിച്ചെടുക്കാൻ പാടില്ല. അങ്ങനെ എടുത്തുവിടുന്നൊക്കെയാണ് പറയുന്നത്. ഉച്ച സമയം അതിൻ്റെ ആഹാര ടൈമാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് അതിനെ ശല്യം ചെയ്യാൻ പാടില്ല. പിന്നെ ഈ തേക്കുണ്ടല്ലോ, ഇത് വളർന്നു വരും വെട്ടിക്കളയും, വളർന്നു വരും വെട്ടിക്കളയും. ഇതിങ്ങനെ തന്നെയാണ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. പിന്നെ ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഈ ഇടയ്ക്ക് വൃത്തിയാക്കിയതാണ്. പിന്നെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ എന്തെങ്കിലും ജോലി വേണ്ടേ? ഒരു ജോലിയില്ല. അപ്പോൾ ഇത് റംബുട്ടാനാണെന്ന് തോന്നുന്നു. 2 പേരങ്ങനെ പിടിച്ച് വരണുണ്ട്. റംബുട്ടാനാവാനാണ് സാധ്യത. റംബുട്ടാൻ്റെ ഇല പോലെയൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മൂവാണ്ടൻ കിച്ചണിലേക്ക് വന്ന മുത്തുമണികളെ, ഇപ്പം നമുക്ക് കുഞ്ഞു പരിപാടികളാണ്. ബീജം കപ്പ് മിച്ചർ മിഠായിയുണ്ട്. എനിക്കിങ്ങനെയൊക്കെ ചെറിയ മിച്ചർ മിഠായിയൊക്കെ ഞാൻ കഴിക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. എനിക്കിങ്ങനെ കഴിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. ഇങ്ങനെ ചവച്ച് എൻ്റെ പല്ലുകൾ മൊത്തം കേടായൊക്കെ പോയി കൂട്ടുകാരെ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇത് എപ്പോഴും കിച്ചണിൽ പോവണ്ടല്ലോ വെള്ളം കുടിക്കാൻ, അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. മുത്തുമണീസേ, റൂമുകൾ കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതെല്ലാം ഇനി വൃത്തിയാക്കണം. അപ്പോൾ നമുക്കിത് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കാണാം. കിടക്കുന്ന കണ്ടല്ലോ, ഇതെല്ലാം ഇപ്പോൾ വൃത്തിയാക്കാൻ പോവുകയാണ്.
അപ്പോൾ അടിപൊളിയായില്ലേ? ഇനി അടുത്ത പരിപാടി ഇനി ഇപ്പുറത്തെ ഷെൽഫാണ്. ഓക്കെ, ഇനി അടുത്ത പരിപാടിയായി. ലിച്ചു, ലിച്ചു, അയ്യ അടിക്ക് തരുന്ന കലമാരി വൈ. അപ്പോൾ കുറച്ചൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ഞാൻ അടുക്കി വെക്കുന്നത് വരെ അവൻ്റെ ഷെൽഫിരിക്കുന്നത്. പിന്നെ ഈ ബാക്ക് സൈഡിലൊക്കെ ഇരിക്കുന്ന അതൊക്കെ ഹെൽമെറ്റാണ്. അതൊക്കെ കവറിലിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുക. അതൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മളിങ്ങനെ തൂക്കുന്ന സമയത്ത് എടുത്ത് മാറ്റും. അവിടുത്തെ പൊടിയങ്ങ് തൂത്ത് മാറ്റും. അത്രയേ ഉള്ളൂ.
ചിച്ചു നാടിക്ക് വെച്ച് എടുത്ത് അലമാരി കൊണ്ടുപോയി. നാടിക്ക് വെച്ചത് അലമാരിയിൽ എടുത്തോണ്ട് പോയി. അവിടെ വെക്കാൻ അവിടെ വെക്കാൻ പറ്റത്തില്ല. അവിടെ വാരി വലിച്ചാണ് നീ ഇടുന്നത്.